ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിനെതിരെ കടുത്ത വിമർശനം ഉയർത്തുന്ന കേരളത്തിലെ ഇടതുകാർ ഇപ്പോഴും ക്ഷേമ പെൻഷൻ എന്ന പൊന്മുട്ടയിടുന്ന തറയിൽ നിന്നും തങ്ങളുടെ ശ്രദ്ധയോ പാതയോ മാറ്റിയിട്ടേയില്ല. ഏതോ PR ബുദ്ധിജീവികൾ പറഞ്ഞു വിട്ടതാണ് ക്ഷേമ പെൻഷൻ കൂട്ടിയാൽ ജനത്തിനത് കൂട്ടിക്കൊടുത്താൽ വോട്ടുകൾ പിന്നാലെ വരുമെന്ന്. എന്നിട്ടിപ്പോൾ 25 മണ്ഡലങ്ങളിലെങ്കിലും തങ്ങളുടെ നില ഉറപ്പിച്ചു നിർത്താൻ പാടുപെടുകയാണ് ഇടത് ബുദ്ധി കേന്ദ്രങ്ങൾ. കീഴ്ഘടകങ്ങൾ നൽകുന്ന റിപ്പോർട്ടിൽ ആകെപ്പാടെ കണ്ണുതള്ളിയിരിക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും. എന്നാൽ UPയിലെ ജനം യോഗി ആദിത്യനാഥിനൊപ്പമാണ്. അതിന് വ്യക്തമായ കാരണമുണ്ട്. ഭാരതവും യോഗിയെ പല കാര്യങ്ങളിലും മാതൃകയാക്കി മാറ്റുകയാണ്. മിനിമം വേതനം വർദ്ധിപ്പിച്ച് യോഗി സർക്കാർ തങ്ങളുടെ ജനത്തിൻ്റെ ക്ഷേമ സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നു. ഈ നീക്കം രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും പിന്നെ കേരളത്തിലെ ചെറു പാർട്ടി ഇടതിനെയുമൊക്കെ ഒരുപോലെ ഞെട്ടിച്ചിട്ടുണ്ട്. വിദഗ്ധ, അർദ്ധവിദഗ്ധ, അൺസ്കിൽഡ് തൊഴിലാളികൾക്ക് 21% വരെയാണ് UP സർക്കാർ ഇടക്കാല വേതന വർധന പ്രഖ്യാപിച്ചത്. ഇവിടെ കേരളം ഇപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേമ പെൻഷന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം ന്യായവും ഏകീകൃതവുമായ വേതനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ദേശീയ മിനിമം വേതന കരട് കേന്ദ്രം തയ്യാറാക്കുന്നതിനിടയിലാണ് UPയിൽ ഇത്തരമൊരു നീക്കം. എന്തായാലും UPയിലെ അവിദഗ്ധർ മുതൽ വിദഗ്ധരായ എല്ലാ തൊഴിലാളികൾക്കും ഇതിൻ്റെ ഗുണം ലഭിക്കും. ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിലാണ് ഈയൊരു നീക്കം. പുതുക്കിയ വേതനം സംസ്ഥാനത്തുടനീളം ബാധകമാണ്. തൊഴിൽ ക്ഷേമത്തിനും വ്യാവസായിക സ്ഥിരതയ്ക്കും ഇടയിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനൊപ്പം തൊഴിലാളികൾക്കിടയിലെ ആശങ്കകൾ പരിഹരിക്കുക എന്നതാണ് ഈ നീക്കത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം. ഗാസിയാബാദിലും ഗോതന്നറിലുമൊക്കെ തൊഴിലാളികളുടെ വേതനം 11,000-ലേറെയാകും. സെമി സ്കിൽഡ് തൊഴിലാളികൾക്ക് ഇപ്പോൾ 12,445 രൂപയിൽ നിന്നും 15,000 രൂപ ലഭിക്കും. സ്കിൽഡ് തൊഴിലാളികളുടെ വേതനം 13,940 നിന്നും 16,868 രൂപയാക്കി ഉയർത്തും. അങ്ങനെ മറ്റ് ജില്ലകളിലും കോർപ്പറേഷനിലുമൊക്കെ അവിദഗ്ധ തൊഴിലാളികളുടെ വേതനം 11,313 രൂപയിൽ നിന്നും ഉറപ്പായിട്ടും 13,006 രൂപയ്ക്ക് മാറ്റാനാണ് യോഗി ആദിത്യനാഥിൻ്റെ തീരുമാനം. എന്തായാലും ഏപ്രിൽ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ഈ തീരുമാനം നടപ്പിൽ വന്നു കഴിഞ്ഞു. മറ്റ് ജില്ലകൾക്കും UPയിലെ മറ്റ് ജില്ലകൾക്കും ഇത് ബാധകമാണ്. ഇത് കേരളം കണ്ടു പഠിക്കേണ്ടതാണ്. എന്തിനുമേതിനും UPയെയും യോഗിയുമൊക്കെ കുറ്റം പറഞ്ഞു നടക്കുന്ന കേരളത്തിലെ ഇടത് വലതുകാർ, കേരളത്തിൽ ഇനി ഏത് ഭരണം വന്നാലും ഇടതുകാർ ആ ഭരണം നിലനിർത്തിയാലും അല്ലെങ്കിൽ അട്ടിമറിയിലൂടെ UDF വന്നാലും ശരി, കേരളത്തിലെ തൊഴിൽ വർഗത്തിന് എന്നും മാന്യമായ വേതനം, മിനിമം വേതനം, അത് വലിയൊരു സ്വപ്നം മാത്രമായി ഇപ്പോഴും തുടരും. ഈയൊരവസ്ഥയിലാണ് UP കേരളത്തിനടക്കം മാതൃകയാകുന്നത്. എന്തിനുമേതിനും കേരളമാണ് മാതൃകയെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ഇടതുകാർ മാത്രമാണ് ഇപ്പോൾ അത് പറയുന്നത്. ഇനി അടുത്തൊരു ഭരണം വന്നാൽ അത് ഇടതുകാർ കൂടി ആ വാക്ക് അങ്ങ് മറക്കും. എന്തായാലും UPയിലെ ജനങ്ങൾക്ക് എല്ലാ തൊഴിലുകൾക്കും ഒരേ തരത്തിലുള്ള വേതനം നൽകാനുള്ള UP സർക്കാരിൻ്റെ തീരുമാനം അതെങ്ങാനും കേരളത്തിൽ നടപ്പാക്കിയാലോ എന്ന് ഒന്നുകൂടി ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു.